ഇതും ഇല്ലാണ്ടാവും, ഈ ചാഞ്ചല്യം ഇല്ലാണ്ടാവും. അതാണ് അത്യന്തോപരതിയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ഉപരതി എന്നല്ല, അത്യന്തം ഉപരതി എന്നാണ്. കുറച്ചില്ലാണ്ടേവല്ല, മുഴുവനെങ്കിലും ഇല്ലാണ്ടാവും. സുഖമില്ല ദുഃഖമില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് അമ്മയ്ക്ക് കൈവരിക്കും. ഞാൻ ഈ ആധ്യാത്മിക യോഗം പറഞ്ഞാൽ അത് വളരെ കുറച്ച് ശ്ലോകങ്ങളിൽ അത് ചുരുക്കി പറയുന്നു, പറയാനുള്ളതൊക്കെ. പിന്നെ അത് കുറച്ചും കൂടിയൊക്കെ വിസ്തരിച്ച് പറയുകയാണ്. ഇത് ഭാഗവതത്തിൻ്റെ ഒരു രീതിയാണല്ലോ. കഥയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പിന്നെ വിസ്തരിച്ച് പറയും. ചിലതെന്തായി ചുരുക്കി പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പോകും. നവമസ്കന്ധം നോക്കിയാൽ മതി. നവമസ്കന്ധത്തിൽ ചുരുക്കി 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 പറഞ്ഞ് ഒട്ടും വിസ്തരിക്കാണ്ട് അനവധി കഥകളാണ്. അങ്ങനെയുണ്ട്. ചുരുക്കി പറയുന്നത് ചുരുക്കി പറഞ്ഞ് അങ്ങനെ പോകലുണ്ട്. അതാണ് ഒരു ഭാവമാണ് വർണ്ണിക്കുന്നത് ഭാഗവതം. ഇവിടെ നമുക്കിത് ഈ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ഉപരതി, അത്യന്ത ഉപരതി നമുക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം അഹം മമ അഭിമാനോത്ഥൈഹി കാമലോഭാദിഭിർമലൈഹി. ഒരു ചളിയുണ്ട് നമ്മുടെ മേത്ത്. അതാണ് അഹം മമ അഭിമാനോത്ഥൈഹി. ഞാൻ എൻ്റെ എന്ന ഭാവങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന കാമലോഭങ്ങൾ, കാമലോഭബോധ മത മത്സരാദികൾ, ഇതൊക്കെ എന്താ നമ്മൾ ആലോചിക്കണം. കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ എന്ന് പറഞ്ഞോളൂ. ഇത് ഓരോന്നും എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ നമ്മളെ ആലോചിപ്പിക്കുന്നതാണ്. ഓരോ ശ്ലോകത്തിനും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. കാമം എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും പിന്നാലെ പോണ പരിപാടിയാണ് കാമം എന്ന് പറയുന്നത്. കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്താൻ ഒരു മുണ്ടില്ല. നമ്മൾ വേഗം പോയി റൗണ്ടിൽ പോയി ഒരു തോർത്തുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പോയി വാങ്ങുന്നത്. അത് വാങ്ങാൻ പോകുമ്പോഴാണ് വേറെ ഒന്ന് കണ്ടു. അപ്പം അവിടേക്ക് നോക്കി. നമ്മുടെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, അത് വാങ്ങാൻ നമ്മൾ പോരുക, കുളിക്കുക, തോർത്തുക. പക്ഷെ നമ്മൾ പോയപ്പോഴേക്കും എന്തായി, വേറെ കടകൾ നോക്കി, ഇതും വാങ്ങാല്ലേ. അങ്ങനെ 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 ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് നമ്മൾ. നമ്മുടെ ആവശ്യം എന്താ, അത്യാവശ്യം എന്താ, അനാവശ്യം എന്താ നമ്മൾ അറിയില്ല. ഇതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പം കാമം എന്ന് പറയുന്നത് ഓരോന്നിനുണ്ട്. കണ്ണുകൊണ്ട് കാമം ആയിട്ട് അതിൻ്റെ പിന്നാലെ പോണു, ചെവി കൊണ്ട് കാമമായിട്ട് അതിൻ്റെ പിന്നാലെ പോണു, തൊക്കൊണ്ട് കാമമായിട്ട് അതിൻ്റെ പിന്നാലെ പോണു. ഇങ്ങനെ ഓരോന്നിൻ്റെ പിന്നാലെ കാമം എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ കാമമൊക്കെ ആവാം എപ്പോ, ധർമ്മത്തിനാണെങ്കിൽ. ധർമ്മത്തിനാണെങ്കിൽ മാത്രം കാമമാണ്. അതാണ് ഈ കണ്ണ് എന്തിനാ, ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണാൻ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി പാടുന്നു നോക്കും ആൾക്കാർ. ഈ കണ്ണിൻ്റെ പ്രഥമമായ ഡ്യൂട്ടി ഭഗവാനെ കാണാൻ. അപ്പോൾ നമ്മളൊരു രൂപം ഉണ്ടാക്കി വയ്ക്കുക, ഒരേ രൂപത്തിൽ തന്നെ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, കഴിയുന്ന സമയം അങ്ങനെ തന്നെ നോക്കുക. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഭഗവത്പരമാക്കുക എന്ന് മാത്രം. അങ്ങനെ ആക്കുമ്പോൾ എന്താ വെച്ചാൽ അതിനൊരു മോഹം വേണമല്ലോ. അപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അതാണ് കാമം. അപ്പം ആ കാമത്തെ ഭഗവത്പരമാക്കുമ്പോൾ അത് നമുക്ക് മുക്തിക്ക് കാരണമാവും. എല്ലാറ്റിനും ഉണ്ട് മോഹമുണ്ട്. കാമക്രോധം, ക്രോധത്തിൻ്റെ ആളാണ് മഹാദേവൻ. അദ്ദേഹത്തിന് ഒരിക്കലും അത് വഴിവെച്ചു പോയിട്ടില്ല. അദ്ദേഹം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഉപയോഗിച്ചുള്ളിലേക്ക്. അതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. എന്താണോ സാമം ദാനം ഭേദം ദണ്ടെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ സാമം ദാനം ഭേദം എന്ന് പറയുന്നിടത്താണ് ക്രോധത്തിൻ്റെ ആവശ്യം. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണില്ലേ, കണ്ണൊന്ന് തുറക്കുക, ഒന്ന് ചുണ്ടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ക്രോധഭാവമാണ്. ആ ഭാവം സ്വാധീനത്തോട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പം ഈ വികാരങ്ങളെ ഒന്നും തെറ്റെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് അത് തെറ്റും ശരിയായി മാറുന്നത്. ലോകത്ത് ഒന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഒന്നും ശരിയെന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് ധർമ്മത്തെക്കുറിച്ച് ഇത്ര അധികം പ്രതിപാദിക്കേണ്ടി വന്നിട്ടുള്ളത്.
അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഉദ്ദേശം, അതാണ് ആ പ്രവൃത്തിയെ ശരിയും തെറ്റുമാക്കി മാറ്റുന്നത്. അപ്പം അത് സൂക്ഷ്മമായിട്ട് ഉള്ളിൽ കിടക്കണതാണ്. അത് പല സാഹചര്യങ്ങളെ കൊണ്ട് മാറും ചെയ്യും. അതുകൊണ്ടാണ് ധർമ്മത്തെക്കുറിച്ച് ഇത്രയധികം പ്രതിപാദിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ക്യാപ്സ്യൂളാണെങ്കിൽ അതാണ് കൊടുത്താൽ മതിയല്ലോ. ക്യാപ്സ്യൂളല്ല ധർമ്മം. ധർമ്മം ഗോപ്യമായിട്ടാണ് കിടക്കുന്നത്. ധർമ്മപുത്രൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തേ, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സാഹചര്യം വേറെയാണ്. അതാണ് ഗീതയൊക്കെ ഉപദേശിച്ചതിന് ശേഷം യഥേച്ഛസി കഥാകുരു. എങ്ങനെയാ നീ ഇച്ഛിക്കുന്ന വെച്ചാൽ അങ്ങനെ ആവട്ടെ. ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ധർമ്മം ഉദിച്ചുയരുള്ളൂ. ഭഗവാൻ പോലും ഞാൻ പറഞ്ഞല്ലേ അതുപോലെയാണ് കേൾക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വേഗം കാണ്ടീവ് എടുക്കുക, യുദ്ധം ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ടില്ല ഭഗവാൻ. പറയില്ല, പറഞ്ഞാൽ അതാ ധർമ്മമായി. അപ്പൊ പിന്നെ അർജുനൻ ചെയ്യണതൊക്കെ ഭഗവാൻ പറഞ്ഞു കേട്ടു, അതും ചെയ്യുന്നു. പക്ഷെ പോരാ, ഇവിടെ ധർമ്മത്തിനാണ് ഉയർച്ച ഉണ്ടാവുന്നത്. അർജുനാബദ്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ധർമ്മത്തിൻ്റെ സ്ഥാപനത്തിനാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. ധർമ്മത്തിനെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാമെന്നുള്ളതാണ് ഭഗവാൻ അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത് ലീലകൾ ഇതിനൊക്കെ ഈ അഹം മമാഭിമാനോത്ഥങ്ങളായിട്ടുള്ള കാമലോഭാദിഭിർ മലങ്ങൾ, ചളികൾ, അത് നമ്മുടെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് സത്സംഗം എന്നാണ്. നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കില്ല. അതാണ് ഇതിൻ്റെ മെച്ചം. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ, സത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മാത്രമല്ലല്ലോ സത്ത്. നല്ലൊരു പശു ഉണ്ടെങ്കിൽ ആ പശുവിനോടൊപ്പം അങ്ങനെ എന്താ, അതും സത്സംഗമാണ്. എപ്പോഴും തുളസിത്തോട്ടം, അതിൻ്റെ ഇടയിൽ നിന്ന് പോരില്ല, ഒരു കസാല ഇട്ടിട്ട് അവിടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു സത്സംഗം തന്നെയാണ്. അതിനും വികാരമുണ്ട്. ഇങ്ങനെ സത്സംഗം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർ മാത്രം ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയണത് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള സത്ത് എവിടെയൊക്കെ ഉയർന്നു നിൽക്കണമോ, ആ ഈശ്വരീയത എവിടെയൊക്കെ കാണുമോ നമ്മൾ, അതിന് മാത്രം ചിന്തിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് മാത്രം, അത് മാത്രം കണ്ടുകൊണ്ടും അത് മാത്രം സ്പർശിച്ചുകൊണ്ടും അതങ്ങനെ നിരന്തരം, അതാണ് സത്സംഗം. അങ്ങനെയുള്ള പ്രസംഗമജരം പാശം ആത്മന കവയോ വിദു സ ഏവ സാധുഷു കൃത മോക്ഷദ്വാരം അപാവൃതം. അതാണ് മോക്ഷദ്വാരം. സാധുക്കളിൽ സാധുത്വം, സാധു എന്ന് പറഞ്ഞാൽ എവിടെ എത്ര ദിക്കിൽ ലക്ഷണം പറയുന്നതെന്നറിയോ? സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഈ സാധുത്വം മനുഷ്യരിൽ മാത്രമൊന്നുമില്ല, എത്ര എത്ര മൃഗങ്ങളിലുണ്ട്. അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് സത്സംഗം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള സത്സംഗങ്ങളിലൂടെ കിട്ടുന്ന പരിശുദ്ധി വേറൊന്നുകൊണ്ട് കിട്ടില്ല അമ്മയെ. അതുകൊണ്ട് അമ്മ സത്സംഗങ്ങളിലൂടെ അമ്മ പരിശുദ്ധമായി ഭക്തി നേടി. അതാണ് മയ്യ അനന്യേന ഭാവേന ഭക്തിം കുറുവന്തിയേ ദൃഢ മൽകൃതേ ത്യക്ത കർമാണ ത്യക്ത സ്വജന ബാന്ധവാഹ. ഈ ശ്ലോകം പഠിച്ചാൽ മതി. ഇനി വേറെ ഒന്നും പറയണ്ട. കപിലവാസുദേവർ പറഞ്ഞത് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് വെറുതെ പറയുക. ബാക്കിയൊക്കെ മയ്യ അനന്യേന ഭാവേന അനന്യാശ്ചിന്തയന്തോമ യേ ജനാഹ പര്യുപാസത. എന്താ ഇതിൻ്റെ അർത്ഥം നോക്കി നോക്കും. അതന്നെ പടി പറയാം. മയ്യ അനന്യേന ഭാവേന, വേറൊരു വസ്തു എന്നുള്ളത് നമ്മൾ അറിയണേ ഇല്ല, ചിന്തിക്കണേ ഇല്ല. അങ്ങനെ ആയി തീരണ്ടേ. നമ്മുടെ കുട്ടിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിക്കാണ്ടിരുന്നാൽ മതി. നമുക്ക് കുട്ടികളെ നോക്കണ്ടേ, അപ്പം നമ്മുടെ വിചാരിക്കാണ്ടിരുന്നാൽ മതി. അതിനെന്നെ ഞങ്ങളുടെ ഇടയിലൊക്കെ ചടങ്ങുണ്ട്. ചോറൂണായി കഴിഞ്ഞാൽ ചോറൂണിന് ആഭരണങ്ങളൊക്കെ അണിയിക്കും കുട്ടികളെ. എന്നിട്ട് ഗുരുവായൂർ കൊണ്ടുപോയിട്ട് അവിടെ അച്ഛനും അമ്മയും കൂടി അവിടെ ഇങ്ങോട്ട് ഇട്ട് പോരണമെന്നാണ്, അങ്ങോട്ട് നടയിരുത്തി പോരണം. അപ്പോൾ എന്താ വെച്ചാൽ ഈ കഴുത്തിലും കാലിലൊക്കെ ഇട്ട സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് അവിടെ കൊടുത്ത്, അത് നമ്മളല്ല ചെയ്യുക, നമ്മളവിടെ അങ്ങോട്ട് വെച്ച് തല നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ട് ഗോപുരം കടന്നു പോരണം.
അപ്പം എന്താ വെച്ചാൽ നമ്മൾ സൂത്രം വഴി ആരെങ്കിലും ഒപ്പം കൊണ്ടുപോകും, കുട്ടിയെടുത്ത് വേണ്ടിയാണ്. ആ സമർപ്പണത്തിന് ഒരു കുറച്ച് കുറവ് വരിക. ഇല്ലെങ്കിൽ ആ കുട്ടി തന്നെ നമ്മുടെ കയ്യിൽ എത്തുമെന്ന് വിചാരിക്കാനുള്ള കഴിവില്ല, പോട്ടെ, എന്നാലും ഒരു സമർപ്പണം ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഭാവം നിലനിർത്തിയാൽ മതി. അവിടെ സമർപ്പിക്കുക, എന്നിട്ട് എപ്പോഴും ചിന്തിക്കുക, എൻ്റേന്ന് തോന്നരുത്, എൻ്റെ പുത്രൻ എൻ്റെ പുത്രി എന്ന് തോന്നാതെ ഇത് ഭഗവാന്റെ പുത്രനാണ്, ഭഗവാന്റെ പുത്രിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴോ വിവാഹം കഴിച്ചു, ഇത് എൻ്റെ ഭർത്താവ്, ഇതെൻ്റെ പത്നി, അങ്ങനെ വിചാരിക്കേണ്ട. ഇത് ഭഗവതിയുടെ ഭർത്താവ്, ഇത് ഭഗവാന്റെ പത്നി, അത് വിചാരിച്ചാൽ മതി. ഞാനാ കാണുന്ന ഭഗവാന്റെ പത്നിയാണ്, ഞാനെന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈ ചിന്തയാണ് നമ്മളെ വലുതാക്കുന്നത്. നമ്മളെ എങ്ങനെ ചിന്തിക്കുമോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്ന് പറയുന്നത് ഒന്നുമില്ല എന്ന് വെച്ചാൽ മതി. അപ്പം ഈ അഹം മമാഭിമാനം ഇല്ലാതെ പരിപൂർണമായ ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും. മയ്യ അനന്യേന ഭാവേന, ഈ അനന്യമായ ഭാവം എന്ന് പറഞ്ഞാൽ അതൊന്നും എൻ്റെ അല്ല എന്നുള്ള ഭാവം വെച്ചാൽ വേറെ ഒന്നും, ഇതൊക്കെ ഭഗവാന്റെ ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റേന്ന് വരാതിരുന്നാൽ മതി. ഞാൻ ഇന്ന് ജോലിക്ക് എൻ്റെ ജോലിക്ക് പോകാണ്ട് പറ്റില്ല, എൻ്റെ ജോലി അല്ലാതെ ഭഗവാന്റെ ജോലിയാണ്. അതിനൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ കൂട്ടാണ്ടാക്കണയുള്ള ആളുകളുള്ള ചട്ട് കണ്ടല്ലോ, ഈ കയ്യിൽ, ആ കയ്യിൽ പോലെയുള്ളൂ നമ്മൾ. നമുക്കൊരു ദിവസം ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിൽ വന്ന് കയ്യിലെടുത്ത് കൂട്ടാൻ്റെ പാത്രത്തിലിട്ടു എന്നർത്ഥം. പിന്നെയോ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ നമ്മളറിയില്ല, അത് ഓഫീസിൽ പോയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും നമ്മൾ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തിരിച്ചു പോകുന്നു വരും, വേറെ എവിടെയെങ്കിലും ഇരിക്കും. അത് കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ പണി കഴിഞ്ഞാൽ അത് ആദ്യം സ്റ്റാൻഡിൽ പോകും, അതേ ഉള്ളൂ. ആ ജന്മം കഴിഞ്ഞു, പിന്നെ വേറൊരു ജന്മമാവും. ഇങ്ങനെ നമ്മൾ അങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കും നമ്മളെക്കുറിച്ച്. അപ്പം ഈ അന്യഭാവമില്ല, ഭഗവത് ഭാവം നിറയും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. ഓരോന്നും സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടേന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് വിചാരിക്കുന്ന നമ്മുടെ ജീവിതം അങ്ങനെയില്ല. ഭഗവാന്റെ നാടകങ്ങളേ ഉള്ളൂ. ആ നാടകത്തിൽ നമ്മളെ കൊണ്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, അതിങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ ഭഗവാനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം, അതിന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആ സ്നേഹത്തിന് വ്യാഖ്യാനം കൊടുക്കാൻ പറ്റില്ല. അതാണ് ഭക്തി എന്ന് പറയുന്ന സാധനം. മയ്യ അനന്യേന ഭാവേന ഭക്തിം കുറുവന്തിയെ ദൃഢമാക്കി തീർക്കാൻ കഴിയണ്ടോ ആ ഭക്തി. മൽകൃതേ ത്യക്തകർമാണ്, സകല കർമ്മങ്ങളും എനിക്ക് വേണ്ടിയിട്ട് ത്യജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ കർമ്മമാണ് എന്ന് നമ്മൾ വിചാരിക്കാതെ ഇതൊക്കെ ഭഗവാന്റെ കർമ്മമാണെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ കർമ്മത്തെ ത്യജിച്ചു. അപ്പോഴേക്കും അത് കർമ്മയോഗമായി തീർന്നു. കാരണം ഈ യോഗത്തിലേക്ക് പെട്ട സാധനമായി അത് കർമ്മം. മൽകൃതേ ത്യക്തകർമാണ് ത്യക്തസ്വജന ബാന്ധവാഹ. സ്വജനങ്ങള്, ബന്ധുക്കള്, ഇതെന്റെ ബന്ധുവല്ല, ഇത് എൻ്റെ ജനല്ല. ഈ സ്വജനം എന്ന് പറയുമ്പോൾ ഈ സ്വത്വം ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ ജനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഓരോ പ്രവൃത്തിയിലും നമ്മൾ എത്ര ഉയരുന്നുള്ളൂ. നമുക്ക് ഉയരാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ എന്തായി, മതാശ്രയാഹ കഥാമൃഷ്ടാഹ, എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന എൻ്റെ അവതാര കഥകൾ അതിലങ്ങനെ മുങ്ങിക്കുളിക്കുക. ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാസ്താപാഹ. ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. തപന്തി, ഓരോന്നിനും ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നാണ്. മൽപരമാക്കി തീർക്കാൻ വേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ അവരവർ അനുഭവിക്കണം. അങ്ങനെ എപ്പോഴും ഭഗവാനിലേക്ക് അങ്ങോട്ട് എത്തിയ ചേതസ്സോടുകൂടി നമ്മൾ എപ്പോൾ ആയോ അപ്പം നമ്മളൊക്കെ സാധുക്കളാവും. അപ്പം നമുക്ക് തന്നെ നമ്മൾ സാധുക്കളാവുക, പിന്നെ നമ്മളാകുന്ന സാധുക്കളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപകാരം ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ധർമ്മം. ഈ ലോകത്തിന് മുഴുവൻ നമ്മൾ നേരെയാലല്ലേ ലോകം നേരെയുള്ളൂ. ആദ്യം നമ്മൾ സാധുക്കളാവാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ലോകത്തിന് മുഴുവൻ സാധുത്വം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും.
സതാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തി കർണരസായനാഃ കഥാ തജ്ജോഷണാദാശ്വപവർഗവർമ്മനി ശ്രദ്ധാരത്യഭക്തിരനുക്രമിഷ്യം. ഈ ഭഗവത് കഥകളുടെ പ്രാധാന്യം ചില്ലറയല്ലാതാണ്. കപില വാസുദേവരും കൂടി സാഖ്യശാസ്ത്രമാണ് ഇനി പറയണത്, അതിൻ്റെ പരമാചാര്യനാണ്. അപ്പോഴും അദ്ദേഹം കൂടി പറയുന്നു, നോക്കൂ കഥകൾ, അവതാര കഥകളുടെ പ്രാധാന്യം. ആ അവതാര കഥകളിലൂടെ നമുക്ക് ആ അവതാര കഥകളിൽ ശ്രദ്ധ വന്നാൽ ആ കഥ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം, ശ്രദ്ധ ഇല്ലാണ്ട് പറ്റില്ല. ഓരോ കഥകളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ അതിലൊരു രതി ഉണ്ടാവും. പിന്നെ അത് കഥ കേൾക്കണം, പിന്നെ അതിൽ തന്നെ പിന്നെ ചിന്തിക്കണം എന്ന് തോന്നുമ്പോൾ കൂടുതൽ നമ്മൾ തന്നെ ചെയ്തോളും. വേണം തോന്നിയാൽ പിന്നെ ചക്ക വേരിലും കായ്ക്കുന്നല്ലേ പ്രമാണം. നമുക്ക് വേണമെന്ന് തോന്നി തുടങ്ങിയാൽ നമ്മൾ കൂടുതൽ ചെയ്തോളും. അങ്ങനെ ഭക്തി തന്നെ ഉണ്ടാവും. ഭക്തിയാൽ വൈരാഗ്യങ്ങളുണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവാനുള്ളത്? തന്നെ പിന്നെ നേരെയിക്കോളും. കുറച്ചേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവാത്തത്. അത് ചെയ്യേ വേണ്ടു അമ്മേ എന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ ശ്ലോകത്തിലൂടെ നമ്മൾ ഓരോ ദിവസം ഇരുന്നാൽ ഇതൊക്കെ സപ്താഹം അല്ലാണ്ടേവും ചെയ്യും. ഇങ്ങനെ ആവണം എന്നാ പറയാം. നിരന്തരം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. വീട്ടിൽ രണ്ടാളോടി വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ഭാഗവതം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പുരാണം എടുക്കുക. ഇതിനൊക്കെ ദേവി ഭാഗവത്തിൽ കൃത്യമായിട്ട് സമയം പറയുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരു ദിവസത്തെ 10 മുറിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കഷ്ണത്തിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ കഷ്ണത്തിൽ എന്ത് ചെയ്യണം, മൂന്നാമത്തെ കഷ്ണത്തിൽ, 5ാമത്തെ കഷ്ണത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. 6ഉം 7ഉം പുരാണങ്ങളാണ് വായിക്കേണ്ടത്. 8ൽ വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാമെന്നാണ്. ഇത് നമ്മൾ അങ്ങനെയല്ല, രാവിലെ 1ൽ പുറത്തേക്കാണ് പോകാമെന്നത്. ഇങ്ങനെ പറഞ്ഞ് പിന്നെ സന്ധ്യയുടെ മുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ രാത്രിയാണ് പുറത്തുനിന്ന്, എല്ലാവരും രാത്രിയാണ്. ഇതിനൊക്കെ ശാസ്ത്രങ്ങളുണ്ട്. എത്ര ദേവി ഭാഗവത്തിലൊക്കെ പറഞ്ഞു കേട്ടോ. ഭാഗവത്തിൽ എന്താ വെച്ചാൽ ഭാഗവത്തിൽ പാരമഹംസ്യ സംഹിതായെന്നല്ലേ പറയുക. പരമഹംസന്മാർക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതിൽ. അപ്പം നമ്മൾ പരമഹംസന്മാരായിട്ടുണ്ടോ നമ്മൾ നോക്കുക. പരമഹംസന്മാരിങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ട സാധനമാണ് ഭാഗവതം. അപ്പം ദേവി ഭാഗവതം വായിച്ചിട്ട് വേണമെന്ന് വായിക്കാമെന്ന് വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിത്യം പരിശുദ്ധമാവണം. ഏതായാലും കപിലവാസുദേവര് അമ്മയ്ക്ക് ഈ ഭക്തിയുടെ മഹത്വം കൊണ്ട് പറഞ്ഞിച്ചപ്പോൾ കാചിത്വ ഈ ഉചിതാഭക്തി കീദൃശാമ ഗോചന. ഈ ഭക്തി എന്ന് പറയുന്നത് ഏത് തരം ഭക്തിയാണ്, എന്താണ് ഉദ്ദേശിക്കുന്ന ഭക്തി പലതരം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ദേവഭൂതി. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതും അടുത്ത ഈ കഴിഞ്ഞ വായിച്ച അധ്യായത്തിൽ തന്നെ ഭക്തി ഉത്തമം, മധ്യമം, അധമം, ഇല്ലെങ്കിൽ സാത്വികം, രാജസം, താമസം പലതരത്തിലും പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ഭക്തിയുടെ മഹത്വം ഈ 3 തരം ഭക്തിയുടെ അപ്പുറത്ത് നിർഗുണ ഭക്തി ഒന്നും കൂടി ഉണ്ട് എന്ന് പറയും. ആ നിർഗുണ ഭക്തി എന്ന് പറയുന്ന സാധനം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി എന്നാണ്. സാത്വിക ഭക്തി എന്ന് പറഞ്ഞാൽ ഒക്കെ ഭഗവാനായി കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഭഗവാനെ സ്നേഹിക്കുന്നു. മറ്റത് ഭഗവാനും ഞാനും വേറെ നിന്നുകൊണ്ട് അതും ഭഗവാനാണ്, ഇതും ഭഗവാൻ തന്നെ, ജീവാത്മാവാന്ന് ഇതും ഭഗവാനാന്ന് പറഞ്ഞിട്ട് ഇതിനെയും പരിപോഷിപ്പിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി. അതാണ് 3 തരം പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറയും. അത് പറയാൻ പോയ കുറേ നേരം. അതുകൊണ്ടാണ് ആ 3 തരം അതൊന്നും കടന്നിട്ടുള്ള നിർഗുണ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിച്ചത്. അപ്പോഴാണ് ദേവഭൂതിക്ക് മനസ്സിലായില്ല മുഴുവൻ. അപ്പോൾ ദേവഭൂതി അതിനു മുമ്പ് തന്നെ ചോദ്യങ്ങളിൽ സൃഷ്ടിയാദിയിലൊക്കെ അങ്ങയുടെ വൈഭവങ്ങൾ എങ്ങനെയൊക്കെ നടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്തിയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കട്ടെ അമ്മ. അതിനു മുമ്പ് അമ്മ ചോദിച്ച ആ മഹത്തത്വാദിയുടെ സൃഷ്ടിയൊക്കെ അതൊക്കെ ഒന്ന് വർണ്ണിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ മഹത്തത്വം, അഹങ്കാരതത്വം, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെ 24 തത്വങ്ങൾ ഉണ്ടാവുന്നതും അത് കൂടിച്ചേർന്ന് ബ്രഹ്മാണ്ടാവുന്നതും ബ്രഹ്മാണ്ടം വിരാട് രൂപനാവുന്നതും ഇങ്ങനെ തുടങ്ങിയ ആ വിരാട് രൂപനിലെ താമരപ്പൂവും അതിൽ ബ്രഹ്മാവ് ഉണ്ടാവുന്നതും ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതും ഇതാണ് അതിൻ്റെ ഒരു ക്രമം. അങ്ങനെ ഉണ്ടാവുന്നതൊക്കെ ഒന്ന് ചുരുക്കി പറയാനുള്ള അധ്യായം. ശ്രീഹരയേ നമഃ. അഥ
षड्विंशतितमोऽध्याय श्रीभगवानुवाच अथ ते संप्रवक्ष्यामि तत्त्वानां लक्षणं पृथक् यद्विदित्वा विमुच्येत पुरुषप्राकृतैर्गुणैर्ज्ञानं निःश्रेयसार्थाय पुरुषस्यात्मदर्शनं यदा कुर्वर्णये तत्ते हृदयग्रन्थिवेदनम् अनादिरात्मा पुरुषो निर्गुणप्रकृतेः परा प्रत्यग्धामः स्वयं ज्योतिर्विश्वं येन समन्वितं स एष प्रकृतिं सूक्ष्मां दैवीं गुणमयीं विभो यदृच्छयोपगतामभ्यपद्यत लीलया पुनर्विचित्रा सजतीं स्वरूपा प्रकृतिं प्रजा विलोक्य मुमुखे सद्यः सैह ज्ञानगूहया एवं पराभिज्ञानेन कर्तृत्वं प्रकृतेः पुमान् कर्मसु क्रियमाणेषु गुणैरात्मनि मन्यते तदस्य संसर्गबन्ध पारतन्त्र्यं च तत्कृतं भवत्यकर्तुरीशस्य साक्षिणो निर्वृतात्मना कार्यकारणकर्तृत्वे कारणं प्रकृतिं विदो भोक्तृत्वे सुखदुःखानां पुरुषं प्रकृतेः परं देवकूतिरुवाच प्रकृते पुरुषस्य विलक्षणं पुरुषोत्तम ब्रूहि कारणयोरस्य सततश्च यदात्मकं श्रीभगवानुवाच यत्तत्र गुणमव्यक्तं नित्यं सदसदात्मकं प्रधानं प्रकृतिं प्राहुरविशेषं विशेषवत् पञ्चभिर्ब्रह्म चतुर्भिर्दशभिस्तदा एतत्तदुर्विंशतिकं गणं प्राधानिकं विदो महाभूतानि पञ्चैव भूरावोऽग्निमरुन्नभ तन्मात्राणि च तावन्ति गन्धारीणि मतानि मे इन्द्रियाणि दशश्रोतं त्रोग्दृग्रसननासिका वाक्करोचरणो मेढ्रं पायुर्दशम उच्यते मनोबुद्धिरहङ्कारश्चित्तमित्यन्तरात्मकं चतुर्धा लक्ष्यते भेदो वृत्त्या लक्षणरूपया एतावानेव संख्यातो ब्रह्मणः सगुणस्य सन्निवेशो मया प्रोक्तो यः कालः पञ्चविंशः प्रभावं पौरुषं प्राहुः कालमेघे यतो भयम् अहङ्कारविमूढस्य कर्तुप्रकृतिमीयुषा प्रकृतेर्गुणसाम्यस्य निर्विशेषस्य मानवी चेष्टा यदस्स भगवान् काल इत्युपलक्षिता अन्तःपुरुषरूपेण कालरूपेण यो बहि समन्वेत्येष सत्त्वानां भगवान् आत्ममायया दैवाक्षुविधर्मिण्यां स्वस्यां योनौ परः पुमान् आधत्तवीर्यं सासूदामहत्तत्त्वं हिरण्मयं विश्वमात्मगतं व्यञ्जन्कूटस्थो जगदङ्गुर स्वतेजसा बिभत् तीव्रमात्मस्वस्वावनन्तम यत्तत् सत्त्वगुणं स्वच्छं शान्तं भगवतः पदं यदा वासुदेवाख्यं चित्तं तन्महदात्मकम् सच्चोत्तमविकारत्वं शान्तोत्तमिति चेतसा वृत्तिभिर्लक्षणं प्रोक्तं यथावां प्रकृतिः परा महत्त्वत्वाद्विगुर्वाणात् भगवद्वीर्यसम्भवात् क्रियाशक्तिरहङ्कारस्त्रिविधः समपद्यता वैकारिकस्तैजसश्चातामसश्च यतो भव मनुष्येच्छेन्द्रियाणां च भूतानां महतामपि सहस्रशिरसं साक्षाद्यमनन्तं प्रचक्षते संघर्षणाख्यं पुरुषं भूतेन्द्रियमनोमयं कर्तृत्वं करणत्वं च कार्यत्वं चेति लक्षणं शान्तघोरविमूढत्वम् इति वा स्यादहं कृते वैकारिकाद्विगुर्वाणान् मनसस्तत्त्वमजायत विकल्पाभ्यां वर्तते कामसम्भवा यद्विदुर्ह्य अनिरुद्धाख्यं कृषिकाणाम् अधीश्वरं शारदेन्दीवरश्यामं सम्राध्यं योगिदर्शनेर्तयसा तु विगुर्वाणात् बुद्धितत्त्वमभूत्सति द्रव्यस्फुरणविज्ञानमिन्द्रियाणामनुग्रह संशयोगविपर्यासो निश्चयस्मृतिरेव च स्वाव इत्युच्यते बुद्धेर्लक्षणं वृत्तितः पृथक् तेजसानिन्द्रियाण्येव क्रियाज्ञानविभागशः प्राणस्य हि क्रियाशक्तिर्बुद्धेर्विज्ञानशक्तिदा तामसाश्च विगुर्वाणात् भगवद्वीर्यचोदितात् शब्दमात्रमभूत् तस्मान्नभश्रोत्रं तु शब्दकम् अर्थाश्रयत्वं शब्दस्य द्रष्टुर्लिङ्गत्वमेव च तन्मात्रत्वं च नभसो लक्षणं कवयो विदो भूतानां छिद्रदातृत्वं बहिरन्तरमेव च प्राणेन्द्रिय आत्मधिष्ण्यत्वं नभसो वृत्तिलक्षणं नभः सशब्दमात्रतन्मात्रात् कालगत्या विकुर्वता स्पर्शो भवत्तदो वायुस्त्वक्स्पर्शस्य च संग्रह मृदुत्वं कठिनत्वं च शैत्यमुष्णत्वमेव च एतस्पर्शस्य स्पर्शत्वं तन्मात्रत्वं नभस्वदा चालनं यूघनं
നേതൃത്വം ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാമാത്മത്വം വായോ കർമാഭിരക്ഷണം വായോശ്ച സ്പർശതന്മാത്രാദ്രൂപം ദൈവേരിതാധഭൂത് സമസ്ഥിതം തതസ്തേജക്ഷൂരൂപോപലംബനം ദ്രവ്യാകൃതിത്വം ഗുണത വ്യക്തി സംസ്ഥാത്വമേവ ച തേജസ്ത്വം തേജസത്സാധ്വീ രൂപമാത്രസ്യ വൃത്തയ ജ്യോതനം പതനം പാനമദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്ത്വേതാ ശോഷണം ക്ഷുത്രിടേവ ച രൂപമാത്രാ വികുർവാണ തേജസോ ദൈവചോദിതാ രസമാത്രമഭൂസ്തസ്മാദംഭോജിഹ്വാരസഗ്രഹ കഷായോ മധുരസ്തിക്തകട്വംളയിരിനൈകത ഭൗതികാനാം വികാരേണ രസയേകോ വിഭിദ്യതേ ക്ലേദനം പിണ്ഡനം തൃപ്തിപ്രാണാനാപ്യായനോദനം താപാപനദോ ഭൂയസ്ത്വമംഭസോ വൃത്തയസ്ത്വിമാ രസമാത്രാദ് വിഗുർണ്വാനാദംഭസോ ദൈവചോദിതാ ഗന്ധമാത്രമഭൂത്തസ്മാത് പൃഥ്വീ ഘ്രാണസ്തു ഗന്ധക കരംഭ പൂതി സൗരഭ്യ ശാന്തോഗ്രാമ്ലാദിഭിർപൃഗക് ദ്രവ്യാവയവ വൈഷമ്യാത് ഗന്ധ ഏകോ വിഭിദ്യതേ ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥിവീവൃത്തിലക്ഷണം നഭോഗണവിശേഷോർത്ഥോ യസ്യ തച്ഛ്രോത്രമുച്യതേ വായോർഗുണവിശേഷോർത്ഥോ യസ്യ തത്സ്പർശനം വിദു തേജോഗുണവിശേഷോർത്ഥോ യസ്യ തച്ഛക്ഷുരുച്യതേ അംഭോഗുണവിശേഷോർത്ഥോ യസ്യ തദ്രസനം വിദു ഭൂമേർഗുണവിശേഷോർത്ഥോ യസ്യ സഘ്രാണ ഉച്യതേ പരസ്യ ദൃശ്യതേ ധർമ്മോ ഹ്യപരസ്മിൻ സമന്വയാത് അതോ വിശേഷോ ഭാവാനാം ഭൂമാവേവോപലക്ഷ്യതേ ഏതാന്യസംഹത്യ യഥാ അഹദാദീനി സപ്തവൈ കാലകർമ്മഗുണോ വേദോ ജഗദാദിപിർവാ വിശൽ തതസ്തേനാനുവിദ്ധേഭ്യോ യുക്തേഭ്യോണ്ടമചേതനം ഉത്ഥിതം പുരുഷോ യസ്മാദുദതിഷ്ഠതസോ വിരാട് ഏതദണ്ഡം വിശേഷാഖ്യം ക്രമബദ്ധേർദശോത്തരേർ ത്വയാധിപരിവൃതം പ്രധാനേനാവൃതേർബഹി യത്ര ലോകവിധാനോയം രൂപം ഭഗവതോ ഹരേ ഹിരണ്മയാ ദണ്ഡകോശാദുത്ഥായ സനിലേശയാത് സമാവിശ്യ മഹാദേവോ ബഹുധാ നിർഭിഭേദഖം നിരഭിദ്യതാസ്യ പ്രഥമം മുഖം വാണീതോ ഭവത് വാണ്യാ വണ്ണിരഥോ നാസേ പ്രാണോദോ ഘ്രാണയേതയോ ഘ്രാണാത് വായുരഭിദ്യാദക്ഷിണീ ചക്ഷുരേതയോ തസ്മാത് സൂര്യോ വിവിദ്യേതാം കർണോ ശ്രോത്രം തതോ ദിശ നിർഭിഭേദ വിരാജസ്ത്വഗ്രോമശ്രദ്ദാദയ രോമശ്മശ്രാദയാസ്തത തത ഓഷധയശ്ചാസൻ ശിഷ്ണം നിർഭിഭിതേ തഥാ വേദസ്തസ്മാത് ആവ ആസൻ ആസൻ നിരഭിദ്യത വൈബുദം ഉദാനപാനോ അപാനാശ്ച മൃത്യുർലോകഭയങ്കര ഹസ്തോ ജനരഭിദ്യേതാം ബലം താഭ്യാം തതസ്വരാട് പാദോ ജനരഭിദ്യേതാം ഗതിസ്താഭ്യാം തതോ ഹരി നാഭ്യോസ്തി നിരഭിദ്യന്ത താഭ്യോ ലോഹിതമാമൃതം നദ്യസ്തത സമഭവന്നുദരം നിരഭിദ്യത ക്ഷുത്വിഭാസേ തദസ്യാതാം സമുദ്രേസ്തേതയോരഭൂത് അഥാസ്യ ഹൃദയം ഭിന്നം ഹൃദയാന്മന ഉത്ഥിതം മനസശ്ചന്ദ്രമാജാതോ ബുദ്ധിർഗിരാംബരി അഹങ്കാരസ്തോ രുദ്രശ്ചിത്തം ചൈതസ്തോ ഭവത് ഏതേഹ്യബുദ്ധി അഭ്യുജ്ജിത ഉത്ഥാപനീയശകൻ പുനരാവിശദുഃഖാനി തമുത്ഥാപയിതും ക്രമാത് വന്യർവാജാമുഖം വേദേ നോദതിഷ്ഠതഥാ വിരാട് ഘ്രാണേന നാസികേ വായുർനോദതിഷ്ഠതഥാ വിരാട് അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠതഥാ വിരാട് ശ്രോത്രേണ കർണോ ച ദിശോ നോദതിഷ്ഠതഥാ വിരാട് തുജം രോമഭിരോഷധ്യോ നോദതിഷ്ഠതഥാ വിരാട് രേതസാദിഷ്ടമാവസ്തു നോദതിഷ്ഠതഥാ വിരാട് ഉദം മൃത്യുരവാനേന നോദതിഷ്ഠതഥാ വിരാട് ഹസ്താവിന്ദ്രോ ബലേനൈവ നോദതിഷ്ഠതഥാ വിരാട്
വിഷ്ണുഗത്യൈവ ചരണോ നോദതിഷ്ഠത്തഥാ വിരാട് നാഡീർനദ്യോ ലോഹിതേന നോദതിഷ്ഠത്തഥാ വിരാട് ക്ഷുത്രിഭ്യാമുദരം സിന്ധോർ നോദതിഷ്ഠത്തഥാ വിരാട് ഹൃദയം മനസാ ചന്ദ്രോ നോദതിഷ്ഠത്തഥാ വിരാട് ബുദ്ധ്യാ ബ്രഹ്മാവിഹൃദയം നോദതിഷ്ഠത്തഥാ വിരാട് രുദ്രോ അഭിമത്യാ ഹൃദയം നോദതിഷ്ഠത്തഥാ വിരാട് ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശദ്യതാ വിരാട് തദേവ പുരുഷ സലിലാദുദതിഷ്ഠത യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയമനോധിയ പ്രഭവന്തി വിനായേന നോത്ഥാപയിതു നോജസ തസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന വിവിച്ചാത്മനി ചിന്തയേത്. ശ്രീഹരേ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ തത്വസമാംനായേ ഷഡ്വിംശതിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തവിംശതിതമോऽധ്യായ. ശ്രീഭഗവാനുവാച പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതേ പ്രാകൃതൈർഗുണൈഃ അവികാരാദകൃതത്വാൻ നിർഗുണത്വാജ്ജലാർക്കവൽ സ ഏഷ യദി പ്രകൃതൈർഗുണേഷ്വഭിവിഷജ്യത്തെ അഹം പ്രിയാ വിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യത്തെ തേന സംസാരപദവീമവശോഭ്യേതി നിർവൃത പ്രാസംഗികൈഃ കർമ്മദോഷൈഃ സതസന്നിശ്രയോനിഷു അർത്ഥേ ഹ്യവിദ്യമാനേ വിസംസതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ അഥൈവ ശനൈശ്ചിത്തം പ്രസക്തമസതാം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്തിയാ ച നയേദ്വശം. യമാദിഭിർയോഗപഥൈരഭ്യസൻ ശ്രദ്ധയാന്വിത മയി ഭാവേന സത്യേന മൽകഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ അപ്രസംഗത ബ്രഹ്മചര്യേണ മൗനേന സുധർമ്മേണ ബലീയസ യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ വിധവം മുനി വിവിക്തധരണശാന്തോ മിത്രഃ കരുണാത്മവാൻ സാനുബന്ധേന ച ദേഹേസ്മിന്ന കുർവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേഃ പുരുഷസ്യ ച നിവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതാന്യദർശന ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്കമാത്മദൃക് മുക്തലിംഗം സദാഭാസമസതി പ്രതിപദ്യത്തെ സദോബന്ധമസച്ചക്ഷുഃ സർവാനുസ്യൂതമദ്വയം യഥാ ജലസ്ഥാവാസസ്ഥലസ്ഥേനാവദൃശ്യത്തെ സ്വാഭാസേന തഥാ സൂര്യോ ജലസ്ഥേന ദിവി സ്ഥിതഃ ഏവം ത്രിവൃതഹങ്കാരോ ഭൂതേന്ദ്രിയമനോമയൈഃ സ്വാഭാസൈർലക്ഷിതോ അനേന സദാഭാസേന സത്യദൃക് ഭൂതസൂക്ഷ്മേന്ദ്രിയമനോബുദ്ധ്യാദിഷ്വിഹ നിദ്രയാ ലീനേഷ്വസതിയസ്തത്ര വിനിദ്രോ നിരഹംക്രിയ മന്യമാനസ്തദാത്മാനമഷ്ടോ നഷ്ടവൻമൃഷ മന്യമാനസ്തദാത്മാനമനഷ്ടോ നഷ്ടവൻമൃഷ നഷ്ടേഹങ്കരണേ ദ്രഷ്ടാ നഷ്ടവിത്തൈവാതുര ഏവം പ്രത്യവമൃശ്യ സാവാത്മാനം പ്രതിപദ്യത്തെ സാഹങ്കാരസ്യ ദ്രവ്യസ്യ അവസ്ഥാനമനുഗ്രഹ ദേവഹൂതിരുവാച പുരുഷം പ്രകൃതിർബ്രഹ്മന്ന വിമുഞ്ചതി ഗർഹിജിൽ അന്യോന്യാപാശ്രയത്വാച്ച നിത്യത്വാദനയോ പ്രഭോ യഥാ ഗന്ധസ്യ ഭൂമേശ്ച ഭാവോ വ്യതിരേകത അപാം രസസ്യ ചേഥാ തഥാ ബുദ്ധേഃ പരസ്യ ച അകർത്തുഃ കർമ്മബന്ധോയം പുരുഷസ്യ യദാശ്രയ ഗുണേഷു വത്സു പ്രകൃതേഃ കൈവല്യം തേഷ്വതഃ കഥം ക്വചിത്തത്വാവമരസേന നിവൃത്തം ഭയമുൽപണം അനിമിത്തനിമിത്തത്വാൽ പുനഃ പ്രത്യവതിഷ്ഠതേ. ശ്രീഭഗവാനുവാച അനിമിത്തനിമിത്തേന സ്വധർമ്മേണാമലാത്മനാ തീവ്രയാ മയി ഭക്തിയാ ച ശ്രുതസംഭൃതയാ ചിരം ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസാ തപോയുക്തേന യോഗേന തീവ്രേണാൽപസമാധിനാ പ്രകൃതിഃ പുരുഷസ്യേഹ ദഹ്യമാനാ തത്ത്വഹർനിശം തിരോഭവിത്രീ ശനകൈരഗ്നേർയോനിവാരണി ഭുക്തഭോഗാ പരിത്യക്താ ദൃഷ്ടദോഷാ ച നിത്യശ നേശ്വരസ്യാശുഭം ധത്തേ സ്വേമഹിം നിസ്ഥിതസ്യ ച യഥാ ഹ്യപ്രതിബുദ്ധേന പ്രസ്വാവോ ബഹുവനർത്ഥഭൃ സ ഏവ പ്രതിബൂധസ്യ ന വൈ മോഹായ കൽപ്പതേ. ഏവം വിജിതതത്വസ്യ പ്രകൃതിർമയി മാനസം യുഞ്ജോ നാപകുരുത ആത്മാരാമസ്യ കർഹജിൽ യദൈവമധ്യാത്മരതഃ കാലേന ബഹുജന്മനാ സർവത്ര ജാതവൈരാഗ്യാ ബ്രഹ്മഭുവനാൻ മുനി മൽഭക്ത പ്രതിബുദ്ധാർത്ഥോ മൽപ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം പ്രാപ്നോതീഹാഞ്ചസാധീരസ്വദൃശാച്ഛിന്ന സംശയ യൽഗത്വാ നിവർത്തേത യോഗീ ലിംഗാൽ വിനിർഗമേ യദാ നയോഗോപചിതാസു ചേതോ മായാസു സിദ്ധസ്തു വിഷജ്ജതേംഗ അനന്യഹേതുഷ്വധമേകതി സ്യാദാത്യന്തികീ യത്ര ന മൃത്യുനാസ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലേയോപാഖ്യാനേ സപ്തവിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
അടുത്ത അധ്യായത്തിൽ അഷ്ടാംഗയോഗവും ധ്യാനവും എങ്ങനെയെന്നുള്ളത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോകും. അഷ്ടാംഗയോഗം യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. ഓരോന്നും നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ കൃത്രിമമാക്കി അറിഞ്ഞു